ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കളറിംഗ് ബുക്ക് മറിച്ചപ്പോൾ തന്നെ ആദ്യം കണ്ടത് ഒരു ബ്രൈഡിൻ്റെ പിക്ചറാട്ടോ. അപ്പം ഞാൻ ഇന്ന് ഇത് തന്നെ കളർ ചെയ്യാമെന്ന് വെച്ചു. ഇപ്പം എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് എനിക്ക് തരുന്ന ഒരു വിഷയമാണ് ഈ കല്യാണം കഴിക്കാത്തതല്ല എൻ്റെ വിഷയം. പക്ഷേ ഈ ആൾക്കാരുടെ ഈ തലവേദന ഒടിപ്പിക്കുന്ന ചോദ്യമാണ് എൻ്റെ പ്രശ്നം. സത്യം പറഞ്ഞാൽ ഇപ്പം പണ്ടൊക്കെ ഈ കല്യാണ പെണ്ണിനെ കാണാനും കല്യാണമൊക്കെ കാണാനും കല്യാണ സദ്യ കഴിക്കാനും ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നേ. ഇപ്പം ഇത്രയും സ്ട്രെസ്സ് തരണ ഒരു കാര്യം എൻ്റെ ജീവിതത്തിലില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്കറിയാവുന്നവരുടെ കല്യാണം ആകുന്നൊക്കെ അറിഞ്ഞാൽ ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവം എന്നെ ഒരു കല്യാണം വിളിക്കരുതെന്ന്. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ 100 കൂട്ടം ആൾക്കാർക്ക് നമ്മുടെ കല്യാണത്തിനെ കുറിച്ച് അറിയണം. നമ്മുടെ കല്യാണം ആവുകയാണെങ്കിൽ ഇവരെയൊക്കെ അറിയിക്കുമല്ലോ. പക്ഷേ ഇവർക്ക് പിന്നെ നമ്മളോട് തന്നെ ഇത് ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര ഒരു ത്വരയാണ്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണ നിശ്ചയത്തിന് പോവാം. അപ്പോൾ ഞാനിങ്ങനെ പോയപ്പോൾ ഒരു ചേച്ചി എന്നെ കണ്ട് ചിരിച്ച് വർത്താനം പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ എങ്ങോട്ട് പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണ നിശ്ചയം. എന്നാ മോളെ നീ ഞങ്ങൾക്കൊരു സദ്യ തന്നെയാണ്. സദ്യ വെറുതെ വേണമെങ്കിൽ കൊടുക്കാമെന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ ഒരു പോയിന്റ് കഴിയുമ്പോഴല്ലോ നമുക്ക് തിരിച്ചു പറയാനുള്ള ഒരു ഇതും കൂടെ പോയി ഇതുങ്ങളോടൊക്കെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളൊരു അവസ്ഥയാവും നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ വീടിനടുത്തുള്ള അമ്പലങ്ങളിൽ കൂടെ പോണതാണ് അതിലേറെ ടാസ്ക്. നമ്മൾ ലൈഫിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടിയായിരിക്കും അടുത്തുള്ള അമ്പലത്തിൽ കൂടെ പോകണം. ഞാൻ ഇച്ചിരി വിശ്വാസമൊക്കെ ഉള്ള ആളാണ്. പക്ഷേ ഇപ്പം ഞാൻ അമ്പലത്തിൽ പോണത് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള അമ്പലത്തിലാണ് കൂടുതലും പോവാറുള്ളൂ. എനിക്കറിയാവുന്ന ആൾക്കാർ വരുന്ന അമ്പലത്തിൽ കൂടെ ഞാനിപ്പോൾ പോവാറില്ല. കാരണം ഒന്ന് കണ്ണ് അടച്ച് പ്രാർത്ഥിച്ച് കണ്ണ് തുറക്കുമ്പോഴത്തേനും ഏതെങ്കിലും ഒരു സാധനം നമ്മുടെ മുന്നിൽ കാണും. കല്യാണമായില്ലേ മോളെ, സാരി ഇല്ലാട്ടോ മോളെ, എന്ത് സാരമില്ല, ഇവിടെ ആരും മുട്ടിയിരിക്കണു കല്യാണം കഴിക്കാൻ, ഒരു രക്ഷയില്ലെന്നേ, ഒരു രക്ഷയില്ല. അത് ഈ ശരിക്കും പറഞ്ഞാൽ ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ ഫ്രസ്ട്രേഷൻ മനസ്സിലാകത്തുള്ളൂ. ലൈക്ക് ഇപ്പം എൻ്റെ ബാച്ചിൽ കല്യാണം കഴിച്ചവരൊക്കെ ഒട്ടുമിക്ക പിള്ളേരും ലവ് മാരേജൊക്കെ കഴിഞ്ഞവരാണ്. അപ്പോൾ അവർക്ക് മനസ്സിനാണെങ്കിൽ ഒരാളെ കണ്ടു കിട്ടി എല്ലാം ഒത്തു വന്നു അവർ കല്യാണം കഴിച്ചു, ഓക്കെ. നമുക്കങ്ങനെ ഒരാളെ കിട്ടുമ്പോൾ നമ്മളും കെട്ടും. അപ്പോൾ എൻ്റെ പൊന്നു ചേച്ചിമാരെ ചേട്ടന്മാരെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് നിർത്തണം. അത് ഈ ആൾക്കാരെ എന്തോരം ഫ്രസ്ട്രേറ്റ് ചെയ്യിക്കുന്നുണ്ടോ, ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെന്ന് നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല. നിങ്ങളൊക്കെ കല്യാണം കഴിച്ച് സുഖിച്ചിരിക്കണമായിരിക്കും നമ്മളോട് എപ്പോഴും ചോദിക്കണേ. നിങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി ആ കൊച്ചിൻ്റെയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ എന്ന്. അപ്പം ഇങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ട. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.